ഓം നാരായണ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാ താപസം പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശങ്കരസ്തോത്ര തരംഗിണി 125 ദിവസമാണെന്ന്. നല്ലൊരു സംഖ്യയാണ് 125 അല്ലേ? 100ഉം 25ഉം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം, ശങ്കരാചാര്യരുടെ അനുഗ്രഹം, ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഒക്കെ കൊണ്ട് ഇന്ന് വരെയും മുടങ്ങാതെ തുടരാനായിട്ട് സാധിച്ചു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ളതായിട്ടുള്ള ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവീകങ്ങളായിട്ടുള്ള വിഘ്നങ്ങളോ താപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മളെ കാര്യമായിട്ട് ബാധിക്കാതെ നമ്മളെ ഇത്രയും ദിവസം കൊണ്ടു നടന്നത് ആ ഈശ്വര ശക്തി, ഗുരു പരമ്പരകളുടെ അനുഗ്രഹം തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള ധന്യധന്യങ്ങളായ 125 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഇതാ 125ാം ദിവസമാണ്. അപ്പം നമുക്ക് ഇന്ന് കർക്കിടക മാസം 20-ാം തീയതി, വളരെ സന്തോഷം. രാമായണ മാസം 20 ദിവസങ്ങളായി. ഇന്നേക്ക് നമ്മുടെ ദേവീ ഭുജംഗം 9-ാം ദിവസമാണെന്ന്. നമുക്ക് ദേവീ ഭുജംഗം നോക്കാം. ഇവിടെ പാലക്കാട് ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. പെയ്യട്ടെ മഴ. പാലക്കാടായിരുന്നു ഏറ്റവും മഴ കുറവുണ്ടായിരുന്നത്. ബാക്കി കേരളത്തിൽ എല്ലാ ഭാഗത്തും മഴ പെയ്യുമ്പോഴും ഇവിടെ മഴയുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്നലെയും നല്ല രാത്രിയൊക്കെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. നല്ല പെയ്യട്ടെ. പ്രളയം വരാതിരുന്നാൽ മാത്രം മതി. പ്രളയം വന്നാലും നമ്മളൊന്നും ബാധിക്കപ്പെടില്ല, നേരിട്ട് ബാധിക്കപ്പെടില്ല. എത്രയോ പാവങ്ങൾ ബാധിക്കപ്പെടും. അത് ഒഴിവാക്കണം. അതിന് ഭഗവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ്. ഓഗസ്റ്റ് ആവാറാകുമ്പോഴാണ് മഴ കൂടിയതും പെട്ടെന്ന് പ്രളയമായതും. ഇപ്പോൾ ഈ ഓഗസ്റ്റിലാണ് അപ്പോൾ മഴ വർദ്ധിച്ചു വരുന്നത്. ജൂൺ ജൂലൈയിലൊന്നും മഴയുണ്ടായില്ല കാര്യമായിട്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. മഴ പെയ്യട്ടെ, പക്ഷേ ആവശ്യത്തിന് മാത്രം. കൺട്രോൾഡ് ആയിട്ടുള്ള മഴ. കാലേ വർഷതു പർജന്യ
പൃഥ്വി സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത ബ്രാഹ്മണാ സന്തു നിർഭയാഹ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇന്നലെ മുഴുവൻ കറണ്ടില്ല, രാത്രിയുമില്ല, ഇപ്പോഴും വന്നിട്ടില്ല. കാരണം ചുറ്റുപാടും നാട്ടുംപുറമാണ്, ധാരാളം മരങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മരങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ കറണ്ട് പോവും. പിന്നിപ്പോൾ അവർ പകൽ വന്ന് നേരാക്കിയിട്ട് വേണം കറണ്ട് വരാനായിട്ട്. നോക്കാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എമർജൻസി ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം മുടക്കണ്ട എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവതി അനുഗ്രഹിക്കട്ടെ, ഇത് പൂർണ്ണമാക്കാൻ സാധിക്കും നമുക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം, വിനീതമായ നമസ്കാരം. നമുക്ക് ദേവി ഭുജംഗം 1-ാം ശ്ലോകം ചൊല്ലിയിട്ട് 16 മുതൽ 24 വരെയുള്ള 8 ശ്ലോകങ്ങൾ ചൊല്ലി പിന്നെ നമുക്കതിൻ്റെ അർത്ഥം കാണാം. ഏകദേശം 20 വരെയുള്ള ശ്ലോകങ്ങളാണ് തോന്നുന്നു കണ്ടത്. അതെ, 1-ാം ശ്ലോകം, പിന്നെ 16 മുതൽ 24 വരെ, 17 മുതൽ 24 വരെ. ഓം വിരിഞ്ചാദിഭിഃ പഞ്ചഭിർലോകപാലൈഃ സമൂഢേ മഹാനന്ദപീഠേ നിഷണ്ണം ധനുർബാണപാശാങ്കുശപ്രോദഹസ്തം മഹസ്ത്രൈപുരം ശങ്കരാദ്വൈതമവ്യാത്. 17-ാം ശ്ലോകം. തദാന്യേ വികൽപേഷു നിർവിണ്ണചിത്താഃ തദേകം സമാധായ ബിന്ദുത്രയം തേ പരാനന്ദസന്ധാനസിന്ധൗ നിമഗ്നാഃ പുനർഗർഭരന്ധ്രം ന പശ്യന്തി ധീരാഃ ത്വദുന്മേഷലീലാസുലബ്ധാധികാരാൻ വിരിഞ്ചാദികാൻ ത്വദ്ഗുണം ബോധിബിന്ദൂൻ ഭജന്തസ്ഥിതിർഷന്തി സംസാരസിന്ധും ശിവേ താവകീനാൻ കഥം ഭാവയേയുഃ കഥാ വാ ഭവത്പാദപോതേന തൂർണം ഭവംബോധിമുത്തീര്യ പുണ്യാന്തരംഗഃ നിമജ്ജന്തമേനം ദുരാശാവിഷാബ്ധൗ സമാലോക്യ ലോകം കഥം പര്യുപാസേ കഥാ വാ ഹൃഷീകാണി സാമ്യം ദവേയുഃ കഥാ വാ ന ശത്രുർന മിത്രം ഭവാനി കഥാ വാ ദുരാശാവിഷൂചി വിലോലഃ കഥാ വാ മനോ മേ സമൂലം വിനശ്യേത് നമോ വാഗമാശാസ്മഹേ ദേവി യുഷ്മത് പദാംബോജയുഗ്മായ തിഗ്മായ ഗൗരി വിരിഞ്ചാദിഭാസ്വത്കിരീടപ്രതോളി പ്രദീപായമാന പ്രഭാഭാസുരായ കചേ ചന്ദ്രലേഖം കുചേ താരഹാരം കരേ സ്വാദുചാപം ശരേ ഷട്പദൗഘം സ്മരാമി സ്മരാരേരഭിപ്രായമേകം മധാഘൂർണനേത്രം മദീയം നിധാനം ശരേഷ്വേവ നാസാദനുഷ്വേവ ജിഹ്വാ ജപാപാടലേ ലോചനേ തേ സ്വരൂപേ ത്വകേശാ ഭവച്ഛന്ദ്രഖണ്ഡേ സ്രവോ മേ ഗുണേ തേ മനോവൃത്തിരംബത്വയി സ്യാത് ജഗത്കർമ്മധീരാൻ വചോധൂതകീരാൻ കുചന്യസ്തഹാരാൻ കൃപാസിന്ധുപൂരാൻ ഭവാംബോധിപാരാൻ മഹാപാപദൂരാൻ ഭജേ വേദസാരാൻ ശിവപ്രേമദാരാൻ. 24 വരെയുള്ള ശ്ലോകങ്ങളായി. ഇപ്പോൾ 17-ാമത്തെ ശ്ലോകത്തിലും ദേവിയുടെ ഓരോരോ ഉപാസനകളെക്കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഉപാസന ചെയ്യുന്നവർ പരമാനന്ദ സിന്ധുവിൽ മഗ്നരായിരിക്കുന്നു. അവർ വീണ്ടും ഗർഭവാസം എന്നതായിട്ടുള്ള ആ കഷ്ടതകളെ അനുഭവിക്കുന്നില്ല. പുനർഗർഭരന്ധ്രം ന പശ്യന്തി ധീരാഹ എന്ന് പറഞ്ഞു. 18-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാദി ദേവന്മാരൊക്കെ ദേവിയുടെ കണ്ണ് തുറക്കുമ്പോൾ, ഉന്മേഷം ചെയ്യുമ്പോൾ
സൃഷ്ടി സ്ഥിതി സംഹാരാദി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ലഭിക്കപ്പെട്ട അധികാരത്തോടു കൂടിയവരാണ്. ദേവിയുടെ കിങ്കരന്മാരായി ഓരോരോ ജോലികൾക്ക് ഏൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അങ്ങനെയുള്ള ദേവന്മാരെ, ഗുണദേവന്മാരെ ആശ്രയിക്കുന്നു ചില ആളുകൾ. എന്നിട്ട് അവർ സംസാരസാഗരത്തെ തരണം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുന്നു. അതെങ്ങനെ സാധിക്കും? അല്ലേ, നിസ്സാരമായിട്ടുള്ള എന്താ പറയുക, വലിയൊരു സാഗരത്തെ കടക്കാൻ ചെറിയൊരു മുങ്ങിപ്പോകുന്നതായിട്ടുള്ളൊരു ഓട്ടത്തോണിയിൽ കയറിയാൽ അക്കരെ എത്തുമോ? അതുപോലെയാണ് ഈ ഗുണദേവന്മാരെ ഭജിച്ചു കഴിഞ്ഞാൽ ദേവിയെ ഭജിക്കാൻ അവർക്ക് തോന്നുന്നില്ല, അവർ ഭ്രമിച്ചിരിക്കണു എന്ന് 18ാമത്തെ ശ്ലോകത്തിലും, അത് കഴിഞ്ഞ് സ്വന്തം പ്രാർത്ഥനയായിട്ട് എപ്പോഴാണ് ഞാൻ ദേവിയുടെ പാദമാകുന്ന പോദം കൊണ്ട് ഈ ഭവാംബോധിയെ തരണം ചെയ്തിട്ട് പുണ്യാന്തരംഗനായി ഈ ദുരാശയാകുന്ന വിഷസമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതായിട്ടുള്ള ഈ ലോകത്തെ ഞാൻ എങ്ങനെ നോക്കിക്കാണും, എങ്ങനെ സേവിക്കും? അപ്പോൾ ഈ ദുരാശയിൽ മുങ്ങിപ്പൊങ്ങുന്ന ലോകത്തെ എനിക്ക് സേവിക്കേണ്ട, എനിക്ക് ദേവിയുടെ പാദത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തിൻ്റെ മറുകര കടന്നാൽ മതി എന്ന് ഇവിടെ ശങ്കരാചാര്യർ പറയണം, ഒരു ഭക്തൻ പറയണം. മറ്റുള്ളവരൊക്കെ പലരും മറ്റു ദേവതകളെ ആശ്രയിച്ച് സംസാരത്തിൽ തന്നെ മുങ്ങുമ്പോൾ, വിഷയഭോഗങ്ങളിൽ രമിക്കുമ്പോൾ എനിക്കത് വേണ്ട, എനിക്ക് ദേവിയുടെ പാദങ്ങളെ ആശ്രയിച്ച് ശുദ്ധാന്തരംഗനായി സംസാരസാഗരത്തെ കടന്നാൽ മതി എന്ന് പറയാം. അത് കഴിഞ്ഞ് 20ാമത്തെ ശ്ലോകത്തിൽ ചില ദീനമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. കഥാവാ ഹൃഷീകാണി സാമ്യം ഭവേയുഹു, എപ്പോഴാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ സമാവസ്ഥയെ പ്രാപിക്കുക? രാഗദ്വേഷരഹിതങ്ങളായി ഈ ലോകത്തിൽ ഒരു വസ്തുവിലും ഒരു കൊതിയുമില്ലാതെ, ഒന്നിനോടും ദ്വേഷമില്ലാതെ, എല്ലാറ്റിലും സമമായിട്ടുള്ള ഈശ്വരനെ കാണുന്ന, ദേവിയെ കാണുന്ന ദർശനം എപ്പോഴാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടാവുക? കഥാവാ ന ശത്രുർന മിത്രം ഭവാനി, എനിക്ക് ശത്രുവും മിത്രവുമില്ലാത്ത, യാതൊരു ഭേദബുദ്ധിയും ആരോടുമില്ലാത്തതായിട്ടുള്ള ദ്വന്ദ്വഭാവങ്ങളില്ലാത്ത ഒരവസ്ഥയെ ഞാൻ എപ്പോഴാണ് പ്രാപിക്കുക ഭവാനി? കഥാവാ ദുരാശ വിഷൂചി വിലോലഹ കഥാവാ മനോമേ സമൂലം വിനശ്യേത്, എപ്പോഴാണ് എൻ്റെ ഈ ദുരാശയാകുന്ന വിഷൂചികാരോഗം പ്രാപിച്ച് ചഞ്ചലമായി കൊണ്ടിരിക്കുന്ന, വിറച്ചുകൊണ്ടിരിക്കുന്ന, വിലോലമായിരിക്കുന്ന മേ മനഃ സമൂലം വിനശ്യേത്, എപ്പോഴാണ് ഈ മനസ്സ് പൂർണ്ണമായിട്ട് നശിക്കുന്നത്? എൻ്റെ മനോനാശം അഥവാ എൻ്റെ വാസനാനാശം, എൻ്റെ ചിത്തവൃത്തികളൊക്കെ എപ്പോഴാണ് എന്താ പറയുക ഇല്ലാതെയാവുക? ആകെക്കൂടി ദേവിയെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ചിത്തവൃത്തി മാത്രം ശേഷിക്കുന്നതായിട്ടുള്ള അവസ്ഥ എനിക്ക് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ഒരു ദീനനായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. അതുവരെയാണ് നമ്മൾ 20ാം ശ്ലോകം വരെയാണ് ഇന്നലെ എടുത്തു നിർത്തിയത്. ഇനി 21ാം ശ്ലോകം. നമോ വാഗമാശാസ്മഹേ ദേവി യുഷ്മത് പദാംഭോജയുഗ്മായ തിഗ്മായ ഗൗരി വിരിഞ്ചാതി ഭാസ്വത് കിരീട പ്രതോളി പ്രദീപായമാന പ്രഭാഭാസുരായ. നമോ വാഗമാശാസ്മഹേ ദേവി യുഷ്മത് പദംബോജയുഗ്മായ തിഗ്മായ ഗൗരി വിരിഞ്ചാതി ഭാസ്വത് കിരീട പ്രതോളി പ്രദീപായമാന പ്രഭാഭാസുരായ. നമോ വാഗം ആശാസ്മഹേ ദേവി, ഹേ ദേവി ഞാൻ നമോവാഗത്തെ ആശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കാരത്തെ ചെയ്യുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ദേവി എവിടേക്കാണ് നമസ്കാരത്തെ ചെയ്യുന്നത്? യുഷ്മത് പദാംബോജ യുഗ്മായ, ദേവിയുടേതായിട്ടുള്ള യുഷ്മത് എന്ന് പറഞ്ഞാൽ തവ എന്നർത്ഥം, അമ്മയുടേതായിട്ടുള്ള പദാംബോജ യുഗ്മായ, പദകമലങ്ങളാകുന്ന രണ്ടിന്. അപ്പോൾ ദേവിയുടെ രണ്ട് പാതാരവിന്ദങ്ങൾക്കും ഞാൻ നമോഭാഗത്തെ ആശംസിക്കുന്നു, നമസ്കാരത്തെ സമർപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ എങ്ങനെയുള്ളതാണ് ആ ദേവിയുടെ പാദാംബുജം എന്ന അതിൻ്റെ മഹിമയെ പറയുന്ന ബാക്കിയുള്ള പദങ്ങളൊക്കെ? അത് തിഗ്മായ എന്ന് പറയുന്നത്, തിഗ്മം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, തീക്ഷ്ണമായത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ എന്ത് പ്രഭ കൊണ്ടാണ് അത് പ്രകാശിക്കുന്നത് എന്നാണെങ്കിൽ, അല്ലയോ ഗൗരി,
അല്ലയോ ദേവി ഗൗരീദേവി പാർവതീദേവി, വിരിഞ്ചാതി ഭാസ്വത് കിരീട പ്രതോളി പ്രദീപായമാന പ്രഭാഭാസുരായ. വിരിഞ്ചൻ മുതലായിട്ടുള്ള എന്ന് വെച്ചാൽ ബ്രഹ്മാവ് മുതലായിട്ടുള്ള ദേവന്മാരുടെ ഭാസ്വത് കിരീട പ്രതോളി പ്രദീപായമാന പ്രഭാഭാസുരായ. അപ്പോൾ വിരിഞ്ചാദികൾ അവരുടെ കിരീടം പ്രകാശിക്കുന്നുണ്ട് രത്നമയങ്ങളായിട്ട്. ഓരോരോ രത്നങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്ന കിരീടങ്ങൾ, അത് പ്രതോളി പ്രദീപകം എന്ന് പറഞ്ഞാൽ, പ്രതോളി എന്ന് പറഞ്ഞാൽ വഴി, മാർഗം എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ വഴിനീളെ വഴിവിളക്കുകൾ വെക്കും നമ്മൾ, അല്ലേ? ആ വഴിവിളക്കുകൾ കൊണ്ട് അലങ്കൃതമായ പോലെയാണ് ദേവിയുടെ നടക്കുന്നതായിട്ടുള്ള വഴികളിലൊക്കെ. എന്താ കാരണം? ഇവരൊക്കെ നമസ്കരിച്ച് കിടക്കുകയാണ് കിരീടം കൊണ്ട്. അപ്പോൾ ദേവിക്ക് പാദം വെക്കാനുള്ളതായിട്ടുള്ള ദേവിയുടെ പാദ മാർഗം ഈ കിരീടങ്ങളിലെ രത്നങ്ങളാണ് പ്രകാശിപ്പിക്കുന്നത്. നമ്മൾ ദീപാവലി ചിരാത് വെച്ച് നിരത്തി വെക്കില്ലേ വിശേഷ ദിവസങ്ങളിലൊക്കെ, ക്ഷേത്രങ്ങളിലൊക്കെ, അല്ലേ? മണ്ഡലകാലത്തൊക്കെ ക്ഷേത്രങ്ങളിൽ ദീപാവലികൾ നടത്തും. എന്താ അതിന് പേര് പറയുക? നിറമാലയും വിളക്കം നടത്തുന്നതിന് വേറൊരു പേരുണ്ട് നാട്ടും പുറത്തൊക്കെ, പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ വഴിനീളെ ലക്ഷദീപം പോലെ വരി 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 വരിയായിട്ട് വിളക്കുകൾ കൊളുത്തി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ കിരീടങ്ങളാണ് വിളക്ക് കൊളുത്തുന്നത്. ആരുടെ കിരീടങ്ങൾ? ബ്രഹ്മാദി ദേവന്മാർ വഴിനീളെ നമസ്കരിച്ച് കിടക്കുകയാണ് ദേവിയുടെ ദർശനത്തിനായിക്കൊണ്ടും ദേവിയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ടും. അപ്പോൾ അത് പ്രതോളി പ്രദീപായമാനം, പ്രതോളികയെ വഴിയെ പ്രദീപായമാനം പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ആ പ്രഭാഭാസുരായ, അവരുടെ കിരീടത്തിലെ രത്നങ്ങൾ കൊണ്ട് ആ പ്രഭകളെ കൊണ്ട് ഭാസിക്കുന്നു, പ്രകാശിക്കുന്നു. അങ്ങനെ തികുമായ, അപ്പോൾ വിളക്ക് പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള ദേവിയുടെ യുഷ്മത് പദാംബോജയുഗ്മായ നമോവാകം ആശാസ്മഹേ. ഞാനും നമസ്കാരത്തെ ആശംസിക്കുന്നു, സമർപ്പിക്കുന്നു എന്നർത്ഥം. ദീപാരാധനയല്ല, ചിറപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നാട്ടുംപുറത്ത് ക്ഷേത്രങ്ങളിൽ, ദേവീ ക്ഷേത്രങ്ങളിൽ, അല്ലേ? മണ്ഡലകാലത്ത് അതുപോലെ നവരാത്രി കാലത്തൊക്കെ ചിറപ്പ് എന്ന് പറയും. എല്ലായിടത്തും ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടുള്ള പരിപാടികൾ. ചുറ്റുവിളക്കുമല്ല, ദീപാരാധനയല്ല. നമ്മുടെ പാലക്കാട് ചിറപ്പ് എന്ന് പറയില്ല, മറ്റ് ദിക്കുകളിലാണ് അതിന് ചിറപ്പ് എന്നുള്ളതായിട്ടുള്ള പേര്. അപ്പോൾ പാലക്കാട്ടുകാർക്ക് അറിയില്ല. തെക്കൻ കേരളത്തിലൊക്കെ, എറണാകുളത്തിൻ്റെ അപ്പുറത്തേക്കൊക്കെ ചിറപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ദേവീ ക്ഷേത്രങ്ങളിൽ, അല്ലേ? ഇവിടുന്ന് എറണാകുളത്തുള്ള ആൾക്കാരില്ലേ? അപ്പം അങ്ങനെ വഴിനീളെ ഈ ദീപം കൊളുത്തി വെച്ചിരിക്കുകയാണ് ബ്രഹ്മാദി ദേവന്മാർ. അവരുടെ കിരീടത്തിലെ പ്രകാശം ദേവിയുടെ പാദത്തെ പ്രകാശിപ്പിക്കുന്നു, ദീപാരാധന കൊണ്ട് പ്രകാശിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പം അങ്ങനെ ആ ദീപം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്ന ദേവിയുടെ പാദാരവിന്ദങ്ങൾക്ക് ഞാൻ എൻ്റെ നമസ്കാരത്തെ സമർപ്പിക്കുന്നു. നമോവാകം ആശാസ്മഹേ എന്ന്. അപ്പോൾ നമുക്ക് അതേ ചെയ്യാനുള്ളൂ, ദേവിയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് ശരണാഗതി പ്രാപിക്കുക. ഒരു സെക്കൻഡ്, നല്ല ചൂട് അടിക്കുന്നു എനിക്ക്, വേർപ്പ്. ഒരു ചെറിയൊരു എമർജൻസി ഫാനുണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. ക്ഷമിക്കുക. നാരായണ. നമോ വാഗമാശാസ്മഹേ ദേവി യുഷ്മത്പദാംബോജയുഗ്മായ തിഗ്മായ ഗൗരി വിരിഞ്ചാതി ഭാസ്വത് കിരീട പ്രതോളി പ്രദീപായമാന പ്രഭാഭാസുരായ കചേ ചന്ദ്രലേഖം കുചേ താരഹാരം കരേ സ്വാദുചാപം ശരേ ഷട്പദൗഗം
സ്മരാമി സ്മരാരേരഭിപ്രായമേകം മദാഘൂർണനേത്രം മദീയം നിധാനം. കചേ ചന്ദ്രലേഖം കുചേ താരഹാരം കരേ സ്വാദുചാപം ശരേ ഷട്പദൗഘം സ്മരാമി സ്മരാരേരഭിപ്രായമേകം മദാഘൂർണനേത്രം മദീയം നിധാനം. ഇവിടെ ഒരു ധ്യാനം, സ്മരാമി എന്ന് പറയണം. സ്മരാമി, അഹം സ്മരാമി, ഞാൻ സ്മരിക്കുന്നു. ആരെയാ സ്മരിക്കുന്നത്? ഇവിടെ പറയേണ്ടത് സ്മരാരേരഭിപ്രായമേകം. സ്മരാരേഹേ ഏകം അഭിപ്രായം. സ്മരാരി ആരാണ്? കാമദേവന്റെ ശത്രുവായിട്ടുള്ള മഹാദേവൻ. അപ്പൊ മഹാദേവന്റെ ഏകം അഭിപ്രായം എന്ന് പറഞ്ഞാലോ, ഇവിടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അഭിപ്രേതം തന്നെയാണ്. അഭിപ്രേതം എന്ന് പറഞ്ഞാൽ ഇവിടെ വാസ്തവത്തിൽ ഇഷ്ടം, അഭീഷ്ടം എന്നർത്ഥം, ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ മഹാദേവന് ഏകം അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരേ ഇഷ്ടമായിട്ട് ഒരേ വസ്തു. മഹാദേവൻ എപ്പോഴും ആരെ ചിന്തിക്കുന്നുവോ, ആരെ പ്രേമിക്കുന്നുവോ, ആരെ ആശ്രയിക്കുന്നുവോ ആ ദേവിയെ എന്നർത്ഥം. അപ്പൊ മഹാദേവ പത്നിയായ പാർവതീ ദേവിയെ അഹം സ്മരാമി, ഞാൻ സ്മരിക്കുന്നു. എങ്ങനെ ഉള്ള രൂപത്തിലാണ് ഞാൻ സ്മരിക്കുന്നത്? കചേ ചന്ദ്രലേഖം കുചേ താരഹാരം കരേ സ്വാദുചാപം ശരേ ഷട്പദൗഘം മദാഘൂർണനേത്രം മദീയം നിധാനം സ്മരാമി സ്മരാരേരഭിപ്രായമേകം. ഇപ്പൊ ദേവിയെ, ആ പാർവതീ ദേവിയെ, മഹാദേവന് പ്രിയപ്പെട്ടവളായ മഹാദേവന്റെ പ്രിയ പത്നിയെ, കാമേശ്വരി ദേവിയെ ഞാൻ സ്മരിക്കുന്നു. അപ്പോൾ കചേ ചന്ദ്രലേഖം, ദേവിയെ ഞാൻ ധ്യാനിക്കുന്നത് കചത്തിൽ ചന്ദ്രലേഖയോട് കൂടിയിട്ടാണ്. എന്നാൽ ചന്ദ്രകലാധരയായിട്ട് നൃത്തം. കചം തലമുടിയാണ്. അപ്പൊ തലമുടിക്കെട്ടിൽ ചന്ദ്രലേഖയോടുകൂടിയവളും അല്ലേ. മാണിക്യ മൗലിസ്ഫുര താരാനായക ശേഖരാം. മാണിക്യ മൗലിയിൽ സ്ഫുരിക്കുന്നതായിട്ടുള്ള താരാനായകനോടുകൂടിയവളും. അങ്ങനെയുള്ള കചേ ചന്ദ്രലേഖം, ശിരസിൽ തലമുടിക്കെട്ടിൽ ചന്ദ്രലേഖ ചാർത്തിയിരിക്കുന്നവളും. കുചേ താരഹാരം, കുചം എന്നാൽ സ്തനങ്ങൾ എന്ന് വെച്ചാൽ മാറിടം എന്നർത്ഥം. മാറിടത്തില് താരഹാരം. അപ്പോ തലയിൽ ചന്ദ്രനാണെങ്കിൽ മാറത്ത് നക്ഷത്രങ്ങൾ തന്നെ ആവട്ടെ അല്ലേ. നക്ഷത്രങ്ങളാകുന്ന മാലകളെ എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമാനമായിട്ടുള്ള രത്നനിർമ്മിതങ്ങളായിട്ടുള്ള ഹാരങ്ങൾ മാറിൽ ചാർത്തിയവളും. അല്ലെങ്കിൽ വാസ്തവത്തില് പ്രകൃതി സ്വരൂപിണിയായ ദേവിയുടെ ഹാരം തന്നെയാണ് നക്ഷത്രങ്ങളൊക്കെ. ദേവിയുടെ മാറത്ത് പ്രകാശിക്കുന്ന ഹാരം തന്നെയാണ് എല്ലാ നക്ഷത്രങ്ങളും. ദേവി ആരാ? പ്രപഞ്ച സ്വരൂപിണിയാണ്, പ്രകൃതി സ്വരൂപിണിയാണ്. അപ്പം നക്ഷത്രങ്ങളെ കാണുമ്പോൾ ദേവിയുടെ മാറത്ത് പ്രകാശിക്കുന്ന രത്നങ്ങളായി, ഹാരങ്ങളായി നമുക്ക് കാണാൻ കഴിയട്ടെ. അപ്പോൾ കുചേ താരഹാരം, കുചത്തിൻ്റെ മുകളിൽ, സ്തനങ്ങളുടെ മുകളിൽ താരങ്ങളെ കൊണ്ടുള്ള ഹാരം ചാർത്തിയിരിക്കുന്നവളും, നക്ഷത്രങ്ങളാകുന്ന മാല ചാർത്തിയിരിക്കുന്നവും അഥവാ മിന്നുന്നതായിട്ടുള്ള രത്നങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള ഹാരം ചാർത്തിയിരിക്കുന്നവളും. കരേ സ്വാദുചാപം, കരേ കയ്യിൽ എന്നർത്ഥം. കയ്യിൽ എന്ത് ചാപമാണ്? സ്വാദുള്ള ചാപം. ഏതാണ്? ഇക്ഷുഗണ്ഡമാണ്, കരിമ്പാണ് അല്ലേ. കയ്യിൽ നല്ല സ്വാദുള്ള സാധനമല്ലേ, മധുരമല്ലേ. അപ്പൊ കയ്യിൽ കരിമ്പ് വില്ല് ധരിച്ചിരിക്കുന്നവളും. അതാണ് കരേ സ്വാദുചാപം. ശരേ ഷട്പദൗഘം, ശരം, ദേവിയുടെ കയ്യിലുള്ള പഞ്ചതന്മാത്ര സായകങ്ങൾ അല്ലേ. കയ്യിൽ ശരങ്ങളുണ്ട്, അഞ്ച് ശരങ്ങൾ. അതിൽ മുഴുവൻ ഷഡ്പദങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ വണ്ടുകളും തേനീച്ചകളും വന്ന് പൊതിഞ്ഞിരിക്കുന്നു. കാരണം അത് 5 പൂക്കളാണ്. പഞ്ചതന്മാത്ര സായകങ്ങൾ അത് പുഷ്പനിർമ്മിതങ്ങളായതുകൊണ്ട്, 5 പുഷ്പങ്ങളായതുകൊണ്ട് അതിൽ മുഴുവൻ വണ്ടുകൾ വന്ന് നിറഞ്ഞിരിക്കുന്നു, തേനീച്ചകൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഷഡ്പദങ്ങൾ ശരങ്ങളിൽ വന്ന് നിറഞ്ഞിരിക്കുന്നതും. മദാഘൂർണ നേത്രം, ദേവിയുടെ കണ്ണുകൾ മദാഘൂർണം, മതം കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആനന്ദം കൊണ്ട് കറങ്ങുന്നത് എന്നർത്ഥം. അപ്പം മദാഘൂർണ നേത്രം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവളും. മദീയം നിദാനം, എനിക്ക് ആശ്രയമായിരിക്കുന്നവളും.
മദീയം നിദാനമായിരിക്കുന്ന, എനിക്കെല്ലാം കൊണ്ടും ആശ്രയഭൂതയുമായിരിക്കുന്ന ആ സ്മരാരേഹേ ഏകം അഭിപ്രായം, ആ മഹാദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരേ ഒരു പ്രിയ പത്നിയായിരിക്കുന്ന ആ ദേവിയെ ഞാൻ സ്മരാമി, അഹം സ്മരാമി. അപ്പോൾ ദേവിയെ സ്മരിക്കുന്ന ഒരു രൂപമാണത് അല്ലേ? അതന്നെ അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം അണിമാതിപിരാവൃതാം മയൂകൈഹി അഹമിത്യേവ വിഭാവയേ ഭവാനീം എന്നൊക്കെ പറഞ്ഞ അതേ ധ്യാനസ്വരൂപം തന്നെയാണ് ദേവിയുടെ. 4 കൈകളിൽ 4 ആയുധങ്ങളുമൊക്കെ ആയിരിക്കുന്ന അതേ ഭാവത്തിൽ ചന്ദ്രകലയും ശിരസിൽ ചൂടിക്കൊണ്ട് നക്ഷത്രമാലയും ചാർത്തിക്കൊണ്ട് കണ്ണിങ്ങനെ മദാഘൂർണമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നതും എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ആ കണ്ണോടുകൂടിയവളും എനിക്ക് ആശ്രയഭൂതയുമായിരിക്കുന്ന ആ പാർവതീ ദേവിയെ ഞാൻ വണങ്ങുന്നു, സ്മരിക്കുന്നു. ആം സ്മരാമി, ഞാൻ ധ്യാനിക്കുന്നു എന്നർത്ഥം. കചേ ചന്ദ്രലേഖം കുചേ താരഹാരം കരേ സ്വാദു ചാപം ശരേ ഷട്പദൗഘം സ്മരാമി സ്മരാരേരഭിപ്രായമേകം മദാഘൂർണനേത്രം മദീയം നിധാനം. അടുത്ത 23-ാം ശ്ലോകം. ശരേഷ്വേവ നാസാധനുഷ്വേവ ജിഹ്വാ ജപാപാടലേ ലോചനേ തേ സ്വരൂപേ ത്വഗേഷാ ഭവച്ചന്ദ്രഖണ്ഡേ സ്രവോ മേ ഗുണേ തേ മനോവൃത്തിരംബത്വയി സ്യാത്. ശരേഷ്വേവ നാസാധനുഷ്വേവ ജിഹ്വാ ജപാപാടലേ ലോചനേ തേ സ്വരൂപേ ത്വഗേഷാ ഭവച്ചന്ദ്രഖണ്ഡേ സ്രവോ മേ ഗുണേ തേ മനോവൃത്തിരംബത്വയി സ്യാത്. ഇപ്പം ഇവിടെ എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും എൻ്റെ മനസ്സും ത്വയി സ്യാത്, അംബ ത്വയി സ്യാത്, അമ്മേ നിന്നിൽ ഭവിക്കട്ടെ. അപ്പം എൻ്റെ ഓരോ കരണങ്ങളും അമ്മയിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മയെ കുറിച്ചതാവട്ടെ, അമ്മയെ ചിന്തിക്കുന്നതും അമ്മയെ കാണുന്നതും അമ്മയെ മണക്കുന്നതും അമ്മയെ ശ്രവിക്കുന്നതും എല്ലാം അമ്മയെ സംബന്ധിച്ചതാവട്ടെ. വാണീ ഗുണാനുകഥനെ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്തതാം ദർശനേസ്തു ഭവത്തനൂനാം എന്ന് ഭാഗവതത്തിലെ കുബേരപുത്രന്മാർ നളകൂബര മണിഗ്രീവന്മാർ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന തന്നെ, അതേ ആശയം തന്നെ. എന്താണത് നോക്കാം നമുക്ക്. ശരേഷ്വേവ നാസാ മമ നാസ തവ ശരേഷു ഏവ സ്യാത്. എൻ്റെ നാസ, എൻ്റെ ഘ്രാണേന്ദ്രിയം, എൻ്റെ മൂക്കുകൾ അമ്മയുടെ ശരേഷു ഏവ സ്യാത്, അമ്മയുടെ ശരങ്ങളിൽ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിയുടെ ശരങ്ങൾ എന്താണ്? പഞ്ചതന്മാത്ര സായക അല്ലേ? അത് 5 കുസുമങ്ങളായിട്ടാണ്, 5 പൂക്കളായിട്ടാണ്, ഏറ്റവും സുഗന്ധമുള്ള 5 പുഷ്പങ്ങളായിട്ട് വർണ്ണിച്ചിരിക്കുന്നു ദേവിയുടെ കയ്യിലുള്ള ആ 5 തന്മാത്രകളാകുന്ന ശരങ്ങളെ, സായകങ്ങളെ. അപ്പോൾ എൻ്റെ മൂക്ക് എപ്പോഴും അമ്മയുടെ ആ കയ്യിലുള്ളതായിട്ടുള്ള ആ അസ്ത്രങ്ങളിൽ, കുസുമങ്ങളാകുന്ന പുഷ്പങ്ങളാകുന്ന അസ്ത്രങ്ങളെ മണക്കുന്നതായിട്ട് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ മറ്റൊരു തരത്തിൽ നമുക്കതിനെ ചിന്തിച്ചാൽ ഞാൻ എന്ത് മണക്കുന്നതും അമ്മയുടെ കയ്യിലുള്ള ആ ശരമാണെന്ന് ഓർത്താൽ മതി. എൻ്റെ ഏത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ എന്ത് അനുഭവിക്കുമ്പോഴും അത് അമ്മയുടെ കയ്യിലുള്ള ഈ പഞ്ചസായകങ്ങളാണ്, അമ്മയുടെ ലീലയാണിതെല്ലാം. അമ്മ നമ്മളെ ഭ്രമിപ്പിക്കാൻ വേണ്ടി തൻ്റെ എന്താ പറയുക മായാശക്തി കൊണ്ട് 5 സായകങ്ങളെ പ്രയോഗിച്ചിരിക്കുകയാണ്. അതാണ് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളായിരിക്കുന്നത്. അപ്പം ഞാൻ ഏത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അനുഭവിക്കുമ്പോഴും ഞാൻ ഓർക്കുക, ഇത് അമ്മയുടെ കയ്യിലെ ശരങ്ങളല്ലേ, ആ ശരങ്ങൾ എന്നെ ബാധിക്കാതിരിക്കണേ അമ്മേ, അമ്മേ ഈ ശരങ്ങളെ കൊണ്ട് എന്നെ മോഹിപ്പിക്കരുതേ, എന്നെ മോഹാത്സ്യപ്പെടുത്തരുതേ, എന്നെ ഭ്രമിപ്പിക്കരുതേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയും ആവാം. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ നമ്മുടെ നേരെ ആ ശരങ്ങൾ പ്രയോഗിച്ച് നമ്മളെ അടിമപ്പെടുത്തുകയില്ല, മായയിൽ മുഴുകുകയില്ല നമ്മൾ.
ഓർമ്മിച്ചാൽ മതി. ഇതൊക്കെ അമ്മയുടെ കയ്യിലുള്ള ശരജാലങ്ങളല്ലേ. അമ്മേ മനസ്സിലായിട്ടോ, അമ്മ എന്നെ മാത്രം പ്രയോഗിക്കരുത് കേട്ടോ, എന്നെ മാത്രം മയക്കരുത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അവിടെ പൂക്കളായതുകൊണ്ട് എൻ്റെ നാസിക, എൻ്റെ മൂക്ക് അതിനെ മണക്കട്ടെ എന്ന് പറഞ്ഞു. ശരേഷ്വേവ നാസ, അമ്മയുടെ ശരങ്ങളിൽ എൻ്റെ നാസ ഭവിക്കട്ടെ. ധനുഷ്വേവ ജിഹ്വ, എൻ്റെ ജിഹ്വ, മമ ജിഹ്വ, മമ നാവ് ധനുഷു ഏവ സ്യാത്. ധനുഷു എന്ന് പറഞ്ഞാൽ അമ്മയുടെ വില്ലിൽ എന്നർത്ഥം, വില്ലുകളിൽ ഭവിക്കട്ടെ. എന്താ വില്ല്? കരിമ്പ് വില്ലാണേ. അപ്പം നല്ല രുചിയാണ്. അപ്പം എൻ്റെ നാവ് അമ്മയുടെ കയ്യിലെ കരിമ്പ് വില്ലിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ രുചിക്കട്ടെ, അതിനെ അനുഭവിക്കട്ടെ. അപ്പം ഞാൻ നാവ് കൊണ്ട് എന്ത് അനുഭവിക്കുമ്പോഴും ഒക്കെ അമ്മയുടെ കരിമ്പ് വില്ലായിട്ടും ഞാൻ ഭാവന ചെയ്യട്ടെ എന്ന് താല്പര്യം. അപ്പം എൻ്റെ നാവ് അമ്മയുടെ വില്ലിൽ ഉറക്കട്ടെ, വേറൊന്നിലേക്കും പോകാതിരിക്കട്ടെ. ജപാപാടലേ ലോചനേ തേ സ്വരൂപേ. അപ്പോ എൻ്റെ ലോചനേ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ എന്നർത്ഥം. മമ ദ്വേ ലോചനേ ജപാപാടലേ തേ സ്വരൂപേ. ജപാപാടലം എന്ന് പറഞ്ഞാൽ ജപാ എന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ പര്യായമാണ്. ജപാകുസുമം. ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. ഉദയസൂര്യനെ നോക്കി വണങ്ങുന്നതാണ് ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം. കശ്യപ പ്രജാപതിയുടെ പുത്രനായിരിക്കുന്ന ആദിത്യ ഭഗവാനെ, ചെമ്പരത്തിപ്പൂ പോലെ ചമന്നിരിക്കുന്ന അരുണവർണ്ണത്തോടു കൂടിയ ഉദയസൂര്യനായ ആ സൂര്യഭഗവാനെ ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഗ്നം. ഇരുട്ടിൻ്റെ ശത്രുവും നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷയിപ്പിക്കുന്നവനുമായിരിക്കുന്ന ആ ദിവാകരം പ്രണതോസ്മി. പകലിനെ ചെയ്യുന്നവനെ ഞാൻ നമസ്കരിക്കുന്നു. അവൻ പകലിനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഉണരാനും എനിക്ക് എൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് എൻ്റെ പാപങ്ങളെയൊക്കെ ക്ഷയിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. അല്ലേ? നമുക്ക് ഓരോ ദിവസവും ആ സൂര്യഭഗവാൻ അനുവദിച്ചു തരുന്നത് നമ്മുടെ പാപങ്ങളെ ക്ഷയിപ്പിക്കുവാനുള്ള അവസരമാണ്. ഇന്നെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾ ഇതുവരെ ചെയ്ത ദുരിതങ്ങളെ ക്ഷയിപ്പിക്കുവിൻ, പാപങ്ങളെ ക്ഷയിപ്പിക്കുവിൻ, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കുവിൻ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമുക്ക് അവസരം തരികയാണ് പാപം സൂര്യഭഗവാൻ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട്. അപ്പൊ ദിവാകരനായിരിക്കുന്ന സൂര്യഭഗവാനെ ജപാകുസുമ സങ്കാശം, ജപാകുസുമം ചെമ്പരത്തിപ്പൂവ്. അപ്പൊ ഇവിടെ ദേവിയുടെ ശരീരം എങ്ങനെ? ജപാപാടലേത്തെ സ്വരൂപേ. ചെമ്പരത്തിപ്പൂ പോലെ പാടലവർണ്ണം. പാടലം എന്നാൽ ചുവന്നത്. ആ ചുവന്നതായിട്ടുള്ള തേ സ്വരൂപേ സിന്ദൂരാരുണ വിഗ്രഹം അരുണാം കരുണാതരംഗിതാക്ഷീം എന്നൊക്കെയുള്ള ആ ചുവന്ന വർണ്ണത്തിലാണ് ദേവിയെ നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ജപാപാടലേ തേ സ്വരൂപേ മമ ലോചനേ സ്യാത്. എൻ്റെ രണ്ട് കണ്ണുകൾ ലോചനെ. അപ്പോൾ സ്യാദ് എന്നുള്ളതിന് സ്യാതഹ എന്നായി മാറും. എന്നുവെച്ചാൽ രണ്ട് കണ്ണുകളായതുകൊണ്ട്. അപ്പോൾ എൻ്റെ കണ്ണുകൾ ദേവിയുടെ രൂപം കാണുമാറാകട്ടെ. എപ്പോഴും എന്ത് കാണുമ്പോഴും ആ ദേവിയുടെ അരുണവർണ്ണം ഞാൻ കാണുമാറാകട്ടെ. നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. ബ്രഹ്മാണ്ഡമണ്ഡലങ്ങളെ മുഴുവൻ ദേവിയുടെ അരുണവർണ്ണം കൊണ്ട് പൂരണം ചെയ്തിരിക്കുന്നതായിട്ട് കാണുക. എന്ന് പറഞ്ഞാലോ ഈശാവാസ്യമിതം സർവം എന്ന് കാണുക. എല്ലാറ്റിലും ആ ദേവിയുടെ വ്യാപ്തിയെ, ചിത് ശക്തിയായ ദേവി എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് കണ്ടാൽ ദേവിയുടെ അരുണവർണ്ണം കാണലായി. അരുണം എന്നുള്ളതായിട്ടുള്ള വർണ്ണം രാഗം ആണത്, രഞ്ജനയാണ്, രഞ്ജിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഏത് വിഷയങ്ങൾ നമ്മളെ രഞ്ജിപ്പിക്കുമ്പോഴും അതൊക്കെ ദേവിയുടേതായിട്ടുള്ള ചിത് ശക്തിയാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ എല്ലാം അരുണവർണ്ണമാകും. അപ്പോൾ എന്തായാലും എൻ്റെ കണ്ണുകൾ കൊണ്ട് ദേവിയുടെ അരുണവർണ്ണമായ ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നതായിട്ടുള്ള സ്വരൂപത്തെ ഞാൻ കാണുമാറാകട്ടെ. ശരേഷ്വേവ നാസ ധനുഷ്വേവ ജിഹ്വ ജപാപാടലേ ലോചനേ തേ സ്വരൂപേ ത്വഗേശാഭവചന്ദ്രഖണ്ഡേ സ്രവോ മേ ഗുണേ തേ മനോവൃത്തിരംബത്വയി സ്യാത്.
ത്വകേഷാ ഭവചന്ദ്രകണ്ഠേ. ഏഷാ ത്വക്ക്, എൻ്റെ ത്വക്ക്. ത്വക്ക് എന്ന് പറഞ്ഞാൽ സ്പർശേന്ദ്രിയം. അപ്പൊ എൻ്റെ സ്പർശേന്ദ്രിയം എന്തിൽ ഭവിക്കട്ടെ? ഭവൽ ചന്ദ്രഖണ്ഡേ, അമ്മയുടെ ശിരസിലിരിക്കുന്ന ആ ചന്ദ്രഖണ്ഡത്തിൽ ഭവിക്കട്ടെ എൻ്റെ ത്വക്ക് എന്ന് പറഞ്ഞാല് ചന്ദ്രഖണ്ഡൻ. ചന്ദ്രന് മറ്റൊരു പേരുണ്ട്, എന്താ? സൗമ്യൻ എന്ന്, അല്ലേ? സോമനാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൃദുവായ വസ്തു. ലോകത്തിലേക്ക് ഏറ്റവും മൃദുവായിട്ടുള്ളവനാണ് സോമൻ. അമൃതകിരണനാണ്, ശീതകിരണനാണ്. തൊട്ടാൽ നമുക്ക് തണുക്കും. അമൃതമാണ് അദ്ദേഹത്തിൽ നിന്ന് വർഷിക്കുന്ന കിരണങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ചന്ദ്രന് സോമൻ എന്ന പേര്. ആ സോമന്റെ ഭാവമാണ് സൗമ്യത. എവിടെയൊക്കെ സോമഭാവമുണ്ടോ അതിനെയാണ് നമ്മൾ സൗമ്യം എന്ന് പറയുക. അപ്പോൾ എല്ലാ മൃദുവായ വസ്തുക്കളെയും നമ്മൾ സൗമ്യം എന്ന് പറയുന്നു. അത് സോമനോട് താരതമ്യപ്പെടുത്തിയിട്ടാണ് സൗമ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സൗമ്യത്തിൻ്റെ ഉറവിടം ആരാണ്? സോമൻ, അല്ലേ? അപ്പോൾ ഏറ്റവും മൃദുവായ വസ്തു ഈ പ്രപഞ്ചത്തിലെ സോമനാണ് എന്നർത്ഥം. നമ്മളെ ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ, ആ സോമനിൽ എൻ്റെ സ്പർശേന്ദ്രിയം ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പർശം കൊണ്ട് ഞാൻ സ്പർശിക്കുന്നതൊക്കെ ദേവിയുടെ ശിരസ്സിലെ ചന്ദ്രഖണ്ഡമാണെന്ന് ഞാൻ കരുതട്ടെ. എനിക്ക് സുഖം തരുന്ന വസ്തുക്കളൊക്കെ ആ സോമന്റെ പ്രതിഫലനമാണെന്ന് ഞാൻ കരുതുമാറാകട്ടെ. ദേവിയുടെ ശിരസ്സിലെ ചന്ദ്രഖണ്ഡത്തിൻ്റെ ആ സ്പർശമായിട്ട് ഞാൻ കാണുമാറാകട്ടെ എന്നർത്ഥം. അപ്പം എൻ്റെ ത്വക്ക് ചന്ദ്രഖണ്ഡത്തിൽ ഭവിക്കട്ടെ. ത്വകേഷാ ഭവചന്ദ്രഖണ്ഡേ സ്രവോ മേ ഗുണേ തേ. മേ സ്രവ, മേ സ്രവ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവികൾ, എൻ്റെ ശ്രവണേന്ദ്രിയം അതെന്തിലിരിക്കട്ടെ? തേ ഗുണേ എന്ന് പറഞ്ഞു. തേ ഗുണേ എന്ന് പറഞ്ഞാലോ ദേവിയുടെ ഗുണങ്ങൾ കേൾക്കുന്ന, ആ ദേവിയുടെ കഥകൾ, ദേവിയുടെ മാഹാത്മ്യം, ആ ദേവിയുടെ ഗുണങ്ങൾ വർണ്ണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റെ ചെവി എപ്പോഴും രമിക്കട്ടെ. അപ്പൊ മേ സ്രവേ തേ ഗുണേ സ്യാദ്. എൻ്റെ രണ്ട് സ്രവങ്ങൾ, എൻ്റെ രണ്ട് ചെവികൾ അമ്മയുടെ ഗുണഗണങ്ങൾ കേൾക്കുന്നതിൽ രമിക്കുമാറാകട്ടെ. മനോവൃത്തിരംബ ത്വയി സ്യാദ്. എൻ്റെ മനോവൃത്തികളെല്ലാം അമ്പ അല്ലയോ അമ്മേ ത്വയി സ്യാദ്, അമ്മയിൽ ഭവിക്കട്ടെ. അപ്പൊ ഏതൊക്കെ ഇന്ദ്രിയങ്ങളായി? നാസ, ജിഹ്വ, ലോചനെ, ത്വക്ക്, സ്രവം, 5 ഇന്ദ്രിയങ്ങളും മനസ്സും 6. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ 6 പേരെയും നമ്മൾ കെട്ടിയിട്ടു. എവിടെ? ദേവിയുടെ ശരീരത്തിലെ ദേവിയുടെ മൂർത്തിയിലേക്ക് നർത്തം, അല്ലേ? നാക്കാകുന്ന, നമ്മുടെ മൂക്കാകുന്നതായിട്ടുള്ള ഘ്രാണേന്ദ്രിയം ദേവിയുടെ ശരത്തിൽ കെട്ടിയിടണം. നമ്മുടെ നാവാവുന്ന ഇന്ദ്രിയത്തെ, നമ്മുടെ ശത്രുവിനെ ദേവിയുടെ വില്ലിൽ കെട്ടിയിടണം. നമ്മുടെ കണ്ണുകളാകുന്ന നമ്മുടെ ശത്രുക്കളെ ദേവിയുടെ സുന്ദരമായിട്ടുള്ള ചുവന്ന രൂപത്തിലേക്ക് കെട്ടിയിടണം. നമ്മുടെ ത്വക്കിനെ ദേവിയുടെ തലയിലുള്ളതായിട്ടുള്ള സൗമ്യമായിരിക്കുന്ന സോമനിലേക്ക്, ചന്ദ്രഖണ്ഡത്തിലേക്ക് കെട്ടിയിടണം. നമ്മുടെ ശ്രവണേന്ദ്രിയത്തെ ദേവിയുടെ ഗുണഗണങ്ങളിലേക്ക് കെട്ടിയിടണം. മനസ്സിനെ ദേവിയുടെ ചിന്തയിലേക്ക്. മനോവൃത്തി ത്വയി സ്യാദ്, മനോവൃത്തികൾ അമ്മയിൽ ഭവിക്കുമാറാകട്ടെ എന്ന്. അപ്പോൾ 6 ഇന്ദ്രിയങ്ങളെയും കെട്ടിയിട്ടു. ഇതൊക്കെ തന്നെയാണ് ഷഷ്ഠി വ്രതം, ഇതൊക്കെ തന്നെയാണ് ഏകാദശി വ്രതം, അല്ലേ? ഏകാദശി എന്ന് പറഞ്ഞാലും ഷഷ്ഠി എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഷഡ് ഇന്ദ്രിയങ്ങളെയും ഈശ്വരാഭിമുഖമാക്കുന്ന ദിവസം ഷഷ്ഠി. അപ്പോൾ ഷഷ്ഠി എന്താണ്? ഷഡ് ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഈശ്വരാഭിമുഖമാക്കിയാൽ ഷഷ്ഠി വ്രതമായി. അപ്പോൾ നമുക്ക് എന്നും ഷഷ്ഠി വ്രതമാക്കാം. ഷഷ്ഠി വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ഠി ദിവസം നമ്മൾ 6 ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് തിരിച്ചുവിടുന്നത്. എന്നും സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏകാദശി ദിവസം ഏകാദശ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് തിരിച്ചുവിടുന്നത്. ഏകാദശി, അല്ലേ? അപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും കൂടി കൂട്ടിയതിൽ, അതാണ് ഏകാദശി. 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും. അപ്പോൾ ഏകാദശ ഇന്ദ്രിയങ്ങൾ ഈശ്വരാഭിമുഖമായി പ്രവർത്തിക്കുമ്പോൾ ഏകാദശിയായി, ഉപാസനയായി, അത് ഉപവാസമായി. ഉപവാസം എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നല്ല അർത്ഥം. ഉപവാസം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നാണ് അർത്ഥം.
ഉപസമീപേ വാസം വസതി, വസിക്കുക. അപ്പം ആരുടെ സമീപത്തിരിക്കുക? ഈശ്വരൻ്റെ സമീപത്തിരിക്കുക. എപ്പോഴും അടുക്കളയിലിരിക്കാതിരിക്കുക. ദിവസവും അടുക്കളയിലായിരിക്കണം നമ്മൾ, അല്ലേ? രാമായണത്തിലെ കബന്ധനെ പോലെ എപ്പോഴും ഇത് തന്നെ പണി. പോരട്ടെ, എല്ലാം ഇവിടേക്ക് പോരട്ടെ എന്ന് പറഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇടയ്ക്ക് സ്നാക്സ്, വൈകുന്നേരം സ്നാക്സ്, രാത്രി ഡിന്നർ, ഇങ്ങനെ ഏത് സമയവും അടുക്കളയിലിരിക്കുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ ഇത്തിരി നേരം ഒരു ദിവസമെങ്കിലും അടുക്കളയിൽ നിന്ന് മാറി ഈശ്വരൻ്റെ അടുത്തിരിക്കൂ എന്ന്. അതാണ് ഉപവാസം. ഉപാസന തന്നെയാണ് ഉപവാസം. ആസനം, ഉപവാസം, അടുത്തിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈശ്വരൻ്റെ അടുത്തിരിക്കുക. എന്ത്? ഏകാദശ ഇന്ദ്രിയങ്ങളും, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഈശ്വരൻ്റെ അടുത്തിരുന്നാൽ എന്നും ഏകാദശിയായി. അതിന് ഏകാദശി വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കൊക്കെ എന്നും ഏകാദശിയാ, അല്ലേ? എപ്പോഴും ഭഗവാന്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നർത്ഥം. ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയായിട്ടും കാര്യമൊന്നുമില്ല. മനസ്സ് വീട്ടിലായിരിക്കണമെങ്കിൽ, അല്ലേ? ഗുരുവായൂരപ്പനെ പൂജിക്കുന്നത് ഇവിടുന്ന് കാശുണ്ടാക്കിയിട്ട് വീട്ടിനെ പുലർത്താനാണെന്ന് വിചാരിച്ചാൽ അയാൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തല്ല ഇരിക്കണം, അയാൾ വീട്ടിലായിരിക്കണത്. ശബരിമലയിലോ ചോറ്റാനിക്കരയിലോ ശാന്തിയായിട്ട് കാര്യമില്ല. ചിന്തിക്കുക. ഗുരുവായൂരപ്പനെ പൂജിക്കുമ്പോൾ എല്ലാം കൊണ്ടും ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ആവണം. ബാക്കി ഗുരുവായൂരപ്പൻ പ്രസാദം തന്നോളൂ, അത് വീട്ടുകാർക്ക് കൊടുത്ത് അയച്ചുവിടാം, അവർ അതുകൊണ്ട് ജീവിച്ചോളും. നമുക്ക് വേണ്ടത് ഗുരുവായൂരപ്പനെ, നമുക്ക് വേണ്ടത് ചോറ്റാനിക്കര അമ്മയെ, നമുക്ക് വേണ്ടത് ശബരിമല സ്വാമി അയ്യപ്പ സ്വാമിയെ എന്ന് കരുതി അവിടെ സേവിക്കണം. അപ്പം അതുപോലെ നമ്മളും എപ്പോഴും ആ ഈശ്വരനിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തിരിച്ചുവിട്ടാൽ അതാണ് ഏകാദശി, അതാണ് ഷഷ്ഠി. ഷഡിന്ദ്രിയങ്ങളെ, 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഈശ്വരാഭിമുഖമാക്കിയാൽ ഷഷ്ഠിവ്രതമായി എന്ന് പറയാം. മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഇവിടെ പ്രാർത്ഥിച്ചത്. ശരേഷ്വേവ നാസാ ധനുഷ്വേവ ജിഹ്വാ ജപാപാടലേ ലോചനേ തേ സ്വരൂപേ ത്വഗേഷാ ഭവച്ഛന്ദ്രഖണ്ഡേ സ്രവോ മേ ഗുണേ തേ മനോവൃത്തിരംഭത്വയി സ്യാത്. എൻ്റെ എല്ലാ കരണങ്ങളും അമ്മയിൽ ഭവിക്കുമാറാകട്ടെ, അമ്മയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് താല്പര്യം. ചില ആൾക്കാർ യു ആർ ബ്ലസ്സഡ് എന്ന് പറയുന്നു. നിങ്ങളെന്താ ബ്ലസ്സഡ് അല്ലേ? നിങ്ങളെല്ലാവരും ബ്ലസ്സഡാണ്, എല്ലാവരും ബ്ലസ്സഡാണ്. നിങ്ങളൊക്കെ ആ ഒരു അനുഗ്രഹമുള്ളവരായതുകൊണ്ടാണ് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഇതൊക്കെ കേൾക്കാനുള്ള ത്വര നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. സ്വാമി വരുന്നതിന് മുമ്പേ വന്ന് കാത്തിരിക്കുകയാണ് നിങ്ങളൊക്കെ, ഞാൻ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും 7:30 മണിക്ക് സ്വാമി തുടങ്ങുമ്പോഴേക്കും നിങ്ങളൊക്കെ അറ്റൻഡൻസ് റെഡിയാണ്. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാവരും ബ്ലസ്സഡാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഈ കൊറോണയൊന്നും നമ്മളെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ആ ഒരു അനുഗ്രഹം നമ്മൾ കളയാതിരിക്കുക, എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. അടുത്ത ശ്ലോകം, 24-ാം ശ്ലോകം. ജഗത്കർമ്മധീരാൻ വചോധൂതകീരാൻ കുചന്യസ്തഹാരാൻ കൃപാസിന്ധുപൂരാൻ ഭവാംബോധിപാരാൻ മഹാപാപദൂരാൻ ഭജേ വേദസാരാൻ ശിവപ്രേമധാരാൻ. ജഗത്കർമ്മധീരാൻ വചോധൂതകീരാൻ കുചന്യസ്തഹാരാൻ കൃപാസിന്ധുപൂരാൻ ഭവാംബോധിപാരാൻ മഹാപാപദൂരാൻ ഭജേ വേദസാരാൻ ശിവപ്രേമധാരാൻ. ഇവിടെ ഭജേ എന്നതാണ് ക്രിയ. ഭജേ, അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു, ഞാൻ സേവിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു. ആരെ? ശിവപ്രേമധാരാൻ. അവസാനത്തെ വാക്ക് ശിവപ്രേമധാരാൻ. ശിവന്റെ പ്രേമഭാചനമായ ധാരങ്ങൾ എന്നാൽ ഭാര്യ എന്നർത്ഥം. അപ്പൊ ശിവന്റെ പ്രിയതമയായ ഭാര്യയെ ഞാൻ സ്മരിക്കുന്നു, ഞാൻ ഭജിക്കുന്നു, ഞാൻ സേവിക്കുന്നു. അപ്പൊ പാർവതീ ദേവിയെ ഞാൻ ഭജിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ ശിവന്റെ ധാരങ്ങൾ എന്ന ബഹുവചനത്തിലാണ് എപ്പോഴും ഭാര്യയെ പ്രയോഗിക്കുക. ധാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഉണ്ടാവുള്ളൂ, പക്ഷെ പ്രയോഗിക്കുമ്പോൾ അതിന് നിത്യ ബഹുവചന ശബ്ദമാണ്, ഏകവചനമില്ല.
ദാരങ്ങൾ എന്ന ശബ്ദത്തിന് ദാരം എന്നില്ല. ദാരങ്ങൾ അതിന് ബഹുവചന, സംസ്കൃതത്തിലും നിത്യ ബഹുവചനമായിട്ടുള്ള ശബ്ദമേ ഉള്ളൂ, ദാരാഹ എന്നേ ഉള്ളൂ. ദാര എന്ന ഏകവചനമില്ല, ദാര എന്ന് ആകാരാന്ത സ്ത്രീലിംഗം ഏകവചനമില്ല, ബഹുവചനമേ ഉള്ളൂ. അപ്പോൾ ദാരങ്ങൾ എന്നേ പറയുള്ളൂ. ഭാര്യമാർ എന്നുള്ള അർത്ഥം തോന്നും, ഒരു ഭാര്യയ്ക്ക് തന്നെ ദാരങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആ ബഹുവചന ശബ്ദം തന്നെയാണ് ദാരാൻ എന്ന്. ദാരങ്ങളെ, ശിവന്റെ പ്രേമദാരങ്ങളെ ഞാൻ ഭജിക്കുന്നു, ശിവന്റെ പ്രിയതമയെ ഞാൻ ഭജിക്കുന്നു, ശിവന്റെ പത്നിയായ പാർവതീദേവിയെ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ആ പ്രേമധാരാൻ എന്നുള്ളത് ബഹുവചനമായപ്പോൾ അതിൻ്റെ വിശേഷണങ്ങളുമൊക്കെ ബഹുവചനമായി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ ബഹുവചന ശബ്ദം വിശേഷണങ്ങളായി പ്രയോഗിച്ചുവെങ്കിലും ആളൊന്നേ ഉള്ളൂ കേട്ടോ. ഒരാളെ തന്നെ ഈ ബഹുവചന ശബ്ദം കൊണ്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ശിവപ്രേമധാരാൻ എന്നുള്ളതിൻ്റെ വിശേഷണമായതുകൊണ്ട് ജഗത് കർമ്മ ധീരാൻ എന്ന് പ്രയോഗിച്ചു. വാസ്തവത്തിൽ ഏകവചനമാണെങ്കിൽ ദേവിയെ ഭജിക്കുകയാണെങ്കിൽ ജഗത് കർമ്മ ധീരാം എന്ന അനുസ്വാരമാണ് പറയേണ്ടിയിരുന്നത്, ദ്വിതീയ. അതിന് ബഹുവചനമായിട്ട് ആൻ എന്നുള്ള പ്രത്യയം പ്രയോഗിച്ചു, ധീരാൻ എന്ന്. അപ്പം എന്തുകൊണ്ട് ബഹുവചനമായി വെച്ചാൽ ധാരാൻ എന്നുള്ള ആ ഇതിന് വിശേഷണമാക്കിയപ്പോൾ ശിവന്റെ പ്രിയതമയേ എന്നുള്ള ആ ദാരങ്ങൾ എന്നുള്ള പ്രയോഗം ചെയ്തപ്പോൾ ബാക്കിയെല്ലാം ബഹുവചനമായി. അപ്പോൾ നമ്മൾ ഏകവചന അർത്ഥത്തിൽ വേണം എടുക്കാൻ, വാക്കുകൾ ബഹുവചനമാണെങ്കിലും എന്ന് പ്രത്യേകം പറയണമെന്നർത്ഥം. ഇതൊക്കെ ഒരു സംസ്കൃത വ്യാകരണ നിയമങ്ങളുടെ ചില എന്താ പറയുക സൂക്ഷ്മതകൾ. ജഗത് കർമ്മധീരാൻ. അപ്പോൾ ദേവി എങ്ങനെയുള്ള ആളാണ്? ജഗത് കർമ്മധീരയാണ്. ഈ ലോകത്തെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വളരെ സമർത്ഥയാണ് എന്നർത്ഥം. നല്ല സാമർഥ്യമുള്ളവൾ, ബുദ്ധി സാമർഥ്യവും കഴിവും ശക്തിയുമൊക്കെ ഉള്ളവളാണ് ദേവി. അപ്പോൾ ജഗത് കർമ്മ ധീര എന്ന് ഏകവചനം പറയുകയാണെങ്കിൽ, പക്ഷെ ധാരാൻ എന്ന് വന്നപ്പോൾ ധീരാൻ എന്ന് ദ്വിതീയ ബഹുവചനമായി മാറി. അപ്പോൾ ജഗത് കർമ്മ ധീരയായിരിക്കുന്നവളും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹാദി കർമ്മങ്ങളെ ചെയ്യുന്നതിൽ സമർത്ഥയായിരിക്കുന്നവളും വചോധൂത കീരാൻ. വചോധൂത കീരാൻ എന്ന് പറഞ്ഞാൽ കീരം എന്നുള്ളത് സുഖം, കിളി, എന്താ പറയുക പച്ചക്കിളി, തത്തമ്മ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ തത്തയുടെ പര്യായമാണ് കീരം. കീരവാണി എന്ന് പറഞ്ഞാൽ തത്തയെ പോലെ ഭാഷണം ചെയ്യുന്നവൾ എന്നാണ്. കിളിക്കൊഞ്ചൽ, അതിനാണ് കീരവാണി എന്ന് പറയുന്നത്. കീരം. അപ്പോൾ സുഖവാണി തന്നെയാണ് കീരവാണി. സുഖനെ പോലെ, സുഖത്തെ പോലെ, തത്തയെ പോലെ സംസാരിക്കുന്നവൾ, കിളിക്കൊഞ്ചൽ പോലെ സംസാരിക്കുന്നവൾ. അപ്പോൾ ഇവിടെ കീരങ്ങളെ വചോധൂതം എന്ന് പറഞ്ഞാൽ ദേവിയുടെ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ തത്തകളുടെ ശബ്ദം അകലേക്ക് പോകും, അകന്നു പോകും. തത്തകൾ നാണം കെട്ടിട്ട് പോകും എന്നർത്ഥം. വാക്കുകളെ കൊണ്ട് കിളികളെ, തത്തകളെ ദൂരേക്ക് അകറ്റുന്നവൾ എന്നർത്ഥമാണ്. അപ്പോൾ തത്തകൾ നാണിച്ചിട്ട് സ്ഥലം വിടും. ആ വലിയ അഭിമാനമായിരുന്നു തത്തകൾക്കൊക്കെ. ഓ, ഞങ്ങളുടെ ശബ്ദത്തിന് വലിയ അംഗീകാരമാണ് ഈ ലോകത്തിൽ, സമൂഹത്തിൽ. എല്ലാവരും ഞങ്ങളുടെ വാക്കുകളോട് ഉപമിച്ചുകൊണ്ടാണ് നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളെക്കുറിച്ച് കീരവാണി എന്നൊക്കെ അവാർഡൊക്കെ കൊടുക്കുന്നത്, അല്ലേ? നല്ല ശബ്ദത്തിൽ സംസാരിക്കുന്ന, നല്ല വളരെ കേൾക്കാൻ ഹൃദ്യമായി സംസാരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അവാർഡൊക്കെ കൊടുക്കാം, കീരവാണി, അല്ലേ? നമ്മൾ വാനമ്പാടി, കുയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ ആളുകൾക്ക് അവാർഡ്? അതുപോലെ കുയിലിൻ്റെ നാദം പോലെ നന്നായി സംസാരിക്കുന്നവൾ കീരവാണി എന്ന അവാർഡ് കൊടുക്കാം. അപ്പോൾ തത്തയ്ക്ക് അഭിമാനമാണ്, എന്നെ പോലെ എൻ്റെ സംസാരത്തിന് ഇത്തിരി പ്രത്യേകതയുണ്ട്, എൻ്റെ ഭാഷണം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എന്നാൽ ദേവി സംസാരിക്കാൻ തുടങ്ങിയാലോ തത്തയൊക്കെ അകന്നു പോകും, പേടിച്ചു പോകും എന്നർത്ഥം, അല്ലേ? നമ്മൾ ലളിതാ സഹസ്രനാമത്തിലുണ്ട് നിജസല്ലാപമാധുര്യ വിനിർബൽസിത കച്ഛപി. സരസ്വതീ ദേവിയുടെ വീണയുടെ പേരാണ് കച്ചപി. ആ കച്ചപിയുടെ നാദം ദേവിയുടെ സല്ലാപ മാധുര്യം കൊണ്ട് വിനിർബൽസിതം, നിന്ദിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ ദേവി വായ തുറന്നാൽ സരസ്വതി ദേവി വീണ മൂടി വെക്കും എന്നർത്ഥം. നമ്മൾ സൗന്ദര്യലഹരിയിൽ കണ്ടു, അല്ലേ? വിപഞ്ച്യാഗായന്തി
വിവിധമവദാനം പശുപതേഹേ. അങ്ങനെ ആ സമയത്ത് ദേവി സാധുവചനം പറയാനായിട്ട് വായ തുറന്നു കഴിയുമ്പോൾ ദേവി എന്ത് ചെയ്യണു? ചോളേന നിചുളയതി എന്ന് പറഞ്ഞു. വീണയെ മൂടാനുള്ള തുണി കൊണ്ട് നിജാം വീണാം നിചുളയതി ചോളേന. തൻ്റെ വീണയെ തുണി കൊണ്ട് ചോളി കൊണ്ട് മൂടിക്കളഞ്ഞ് ആള് സ്ഥലം വിടുന്നു സരസ്വതി ദേവി. ഇത്ര നേരം തൻ്റെ ഈ വീണയുടെ ശബ്ദമാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ മനസ്സിലായി, ദേവി വായ തുറന്നു കഴിഞ്ഞപ്പോൾ ബേഷ് ബേഷ് എന്ന് പറഞ്ഞേ ഉള്ളൂ, സാധു സാധു എന്ന് പറഞ്ഞേ ഉള്ളൂ. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ തൻ്റെ വീണയിൽ നിന്നുണ്ടാവുന്നത് അപശബ്ദങ്ങളാണെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് മനോഹരം ദേവിയുടെ ശബ്ദം. അതിനാണ് ഇവിടെ കീരവാണിയുമായിട്ട് ഉപമിച്ചത്. വചോധൂത കീരാൻ. ദേവിയുടെ വചസ് കൊണ്ട് കീരങ്ങളെ ദൂരേക്ക് അകറ്റുന്നു, ദൂനനം ചെയ്യുന്നു. ദൂനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, കഴുകുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ദൂത ശബ്ദം കൊണ്ട് അകറ്റുക എന്ന അർത്ഥമായി. അഴുക്ക് അകറ്റും പോലെ ആട്ടിക്കളയുന്നു. നിങ്ങൾക്കൊന്നും ഇവിടെ കാര്യമില്ല, ഒന്ന് പോയേ എന്ന് പറയുന്ന പോലെ ദേവിയുടെ ശബ്ദം തുറന്നു കഴിയുമ്പോൾ കിളികളൊക്കെ ഓടിപ്പോകുന്നു. ദേവി വായ തുറക്കാത്തത് വരയ്ക്ക് കിളികൾക്ക് പ്രസക്തിയുള്ളൂ. മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ ഈ കിളികളുടെ ശബ്ദം എല്ലാവരെയും രസിപ്പിക്കും. ഏതുവരെ? ദേവിയുടെ ശബ്ദം കേൾക്കുന്നത് വരെ. വജോധൂതകീരാൻ കുചന്യസ്തഹാരാൻ. ദേവി കുചത്തിൽ എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളുടെ ഉപരി ന്യസ്തഹാരങ്ങളോടുകൂടിയവൾ, നസിക്കപ്പെട്ട ആഭരണങ്ങളോടുകൂടി മാലകളോടുകൂടിയവൾ, വിവിധങ്ങളായ രത്നങ്ങളെ കൊണ്ടും പവിഴം കൊണ്ടും മുത്തുമണികൾ കൊണ്ടുമുള്ളതായിട്ടുള്ള ഹാരങ്ങൾ മാറിൽ ധരിച്ചിരിക്കുന്നവളെ എന്നാണ്. കുചന്യസ്തഹാരാൻ കൃപാസിന്ധുപൂരാൻ. കൃപാസിന്ധുവിലെ ജലപൂരം പോലെ, കൃപാസമുദ്രത്തിലെ ആ ജലം പോലെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ദേവിയെ ഞാൻ ഭജേ എന്നാണ്. അപ്പോൾ കാരുണ്യ സമുദ്രമായിരിക്കുന്ന ദേവിയെ ഞാൻ ഭജിക്കുന്നു. കൃപാസിന്ധുപൂരാൻ ഭവാംബോധി പാരാൻ. ഭവാംബോധി പാരാൻ എന്ന് പറഞ്ഞാൽ ഭവാംബോധിയുടെ പാരമായിരിക്കുന്നവൾ, സംസാരമാകുന്ന സമുദ്രത്തിൻ്റെ മറുകരയായിരിക്കുന്നവൾ. ആ ദേവിയെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ഈ സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴലുകയല്ല വേണ്ടത്, ദേവിയുടെ അടുത്തേക്ക് ചെന്നെത്തുകയാണ് വേണ്ടത്. അപ്പോൾ ദേവിയാണ് ഈ സംസാര സാഗരത്തിൻ്റെ പാരം, മറുകര. ഭവാംബോധി പാരാൻ മഹാപാപദൂരാൻ. മഹാപാപങ്ങളെ ദൂരീകരിക്കുന്നവളാണ് ദേവി. ദേവി സ്വയം മഹാപാപങ്ങളിൽ നിന്ന് ദൂരെ ഇരിക്കുന്നവളുമാണ്. അപ്പോൾ ഒരു പാപവും ദേവിയെ സ്പർശിക്കുകയുമില്ല. ദേവിയെ ശരണം പ്രാപിക്കുന്ന നമ്മളിലെ എല്ലാ പാപങ്ങളെയും ദൂരീകരിക്കുന്നവളുമാണ് ദേവി. അങ്ങനെ രണ്ടർത്ഥത്തിലും മഹാപാപദൂരാൻ, മഹാപാപങ്ങളെ ദൂരീകരിക്കുന്നവളും സ്വയം മഹാപാപങ്ങളിൽ നിന്ന് ദൂരെ ഇരിക്കുന്നവളും ഒരു പാപങ്ങളാലും സ്പർശിക്കപ്പെടാത്തവളും. ഇപ്പൊ ദേവി സംഹാര രൂപിണിയായി മഹിഷാസുരനെയും ശുംഭാസുരനെയും നിശുംഭാസുരനെയും മറ്റുള്ള അസുരന്മാരെയൊക്കെ വധിക്കും. അതിനൊക്കെ ദേവിക്ക് പാപമുണ്ടോ? ഈ അസുരന്മാരെ വധിച്ചതിൻ്റെ പാപം ദേവിയെ ബാധിക്കുമോ? ഒരു പാപവും ദേവിയെ സ്പർശിക്കില്ല. കാരണം ദേവി നിത്യശുദ്ധയാണ്. ദേവി ആരെയാ വധിക്കുന്നത്? മഹിഷാസുരനെയും ശുംഭനെയൊക്കെ വധിക്കുമ്പോൾ തൻ്റെ തന്നെ വിഭൂതികളെ നശിപ്പിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ നഖം വെട്ടുന്നത്, നമ്മുടെ മുടി മുറിക്കുന്നത്, പാപമാണോ? ഉണ്ടോ? ചിന്തിക്കുക. നിങ്ങൾ നഖം വെട്ടിക്കളയാറുണ്ടല്ലോ, പാപമല്ലേ? വലിയ പാപമാ. മുടി മുറിക്കുന്നത് പാപമാണോ? ചിന്തിക്കുക അല്ലേ? നമ്മുടെ ശരീരാവയവത്തിലെ ഓരോ കഷ്ണങ്ങളെ മുറിച്ച് കളയുന്നുണ്ട് നമ്മൾ. ദേവിക്ക് അതുപോലെയാണ് ഈ ലോകത്തിലുള്ള ആരെയും ഏത് ദുഷ്ടന്മാരെയും നിഗ്രഹിക്കുന്നതും. തന്നെ തൻ്റെ പുത്രൻ തന്നെയാണ് മഹിഷാസുരനും, തൻ്റെ വിഭൂതി തന്നെയാണ് മഹിഷാസുരനും, തന്നിൽ നിന്ന് തന്നെയാണ് ശുംഭനും ഉണ്ടായിരിക്കുന്നത്. അതാണ് ദേവി ശുംഭനോട് കാണിച്ചു കൊടുത്തത്. ശുംഭ, ഈ ജഗത്തിൽ എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. നീ എന്താ വിചാരിച്ച ഈ 9 ദേവിമാർ എന്നിൽ നിന്ന് ഭിന്നരാണെന്നാണോ? ഇതാ നോക്ക്, ആ 9 പേരും എന്നിൽ വന്ന് ലയിക്കുന്നത് എന്ന് ശുംഭൻ നോക്കി നിൽക്കെ ദേവി കാണിച്ചു കൊടുത്തു. സപ്തമാതൃക്കളും ശിവദൂതി ദേവിയും ചാമുണ്ടാ ദേവിയും 9 പേരും
ചണ്ഡികാദേവിയിൽ വിലയം പ്രാപിക്കുന്നത് കാണിച്ചിട്ട് ദേവി പറഞ്ഞു, ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ എന്നിലാണ്, ഇതെല്ലാം എന്നിലാണ്, നീ അടക്കം എന്ന് ദേവി പറഞ്ഞില്ല. ശുംഭന് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. എന്നിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഹേ ശുംഭ നീ അടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ശുംഭന്മാർക്കുണ്ടോ മനസ്സിലാവുന്നു? അപ്പോൾ മനസ്സിലായിരുന്നെങ്കിൽ ശുംഭനെ വധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായിരുന്നെങ്കിൽ മനസ്സിലായി അമ്മേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചിരുന്നെങ്കിൽ പണി കഴിഞ്ഞു, പിന്നെ വധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് ശുംഭത്വം ഈ ദേവിയെ അറിയായിക തന്നെയാണ് ശുംഭത്വം. ദേവിയിൽ നിന്ന് ഭിന്നനാണ് ഞാൻ, ഈ ലോകം വേറെയാണ്, എനിക്ക് അനുഭവിക്കാനുള്ളതാണ്, എൻ്റെ ഉപഭോഗത്തിനുള്ളതാണ് ഈ ലോകം എന്ന് കരുതുമ്പോൾ നമ്മളൊക്കെ ശുംഭന്മാരായി. നേരെ മറിച്ച് എല്ലാം ദേവിയുടെ വിഭൂതിയാണ്, ഞാനടക്കം. ഇവിടെ ദ്വൈതമില്ല, ഇവിടെ നാനാത്വമില്ല, എല്ലാം ഒന്ന് തന്നെയാണെന്ന് കണ്ടു കഴിഞ്ഞാലോ പിന്നെ ദേവിക്ക് നമ്മളെ വധിക്കേണ്ട കാര്യമില്ല, അല്ലേ? ശുംഭവധം ആവശ്യമില്ല. അപ്പോൾ ദേവിക്ക് ശുംഭവധം കൊണ്ട് ഒരു പാപവുമില്ല. കാരണം നഖം മുറിക്കുന്ന പോലെ, മുടി മുറിക്കുന്ന പോലെ, അത്രയേ ഉള്ളൂ. സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം അത് കേടുവന്നു കളയാം, അല്ലേ? നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും കേട് വന്നാലൊക്കെ എടുത്ത് കളയാറുണ്ട്, വലിയ അവയവങ്ങളെ വരെ മുറിച്ച് മാറ്റാറുണ്ട് നമ്മൾ. അപ്പോൾ അതുപോലെ ദേവി വേദനയോടുകൂടി തന്നെയാണ് മുറിച്ച് കളയുന്നത്. അപ്പോൾ അതിൻ്റെ പാപമൊന്നും ദേവിയെ സ്പർശിക്കില്ല. മഹാപാപദൂരാൻ ഭജേ വേദസാരാൻ. ദേവി ആരാണ്? വേദത്തിൻ്റെ മുഴുവൻ പൊരുളാണ് എന്നർത്ഥം. സാരം, വേദാന്ത വേദ്യയാണ് ദേവി. വേദാന്തത്തിൽ പറയുന്നതായിട്ടുള്ള സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെയുള്ള യഥോവ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി എന്നൊക്കെ ബ്രഹ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ സാരമായിരിക്കുന്ന വാക്കുകൾ ദേവി തന്നെയാണ്. ദേവിയെക്കുറിച്ച് തന്നെയാണ് ആ പദങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദത്തിൻ്റെ സാരമായിരിക്കുന്നവളും ശിവപ്രേമധാരങ്ങളുമായിരിക്കുന്ന, ശിവന്റെ പ്രിയതമയുമായിരിക്കുന്ന ദേവിയെ അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു, ഞാൻ സേവിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു. ജഗത് കർമ്മധീരാൻ വചോധൂതകീരാൻ കുചന്യസ്തഹാരാൻ കൃപാ സിന്ധുപൂരാൻ ഭവാംബോധിപാരാൻ മഹാപാപദൂരാൻ ഭജേ വേദസാരാൻ ശിവപ്രേമധാരാൻ. ബാക്കി നമുക്ക് നാളെ കാണാം. ഇപ്പോൾ 24 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 9 ശ്ലോകങ്ങളാണ് ഉള്ളത്. 33 ശ്ലോകങ്ങൾ മൊത്തം. നാളെ തുടരാം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ഹരി ഓം. 10:30 മണിക്ക് രാമായണവുമായിട്ട് കാണാം. അപ്പോഴേക്കും കറണ്ടൊക്കെ വരട്ടെ. മൊബൈലിലെ ചാർജ് പോകാതിരുന്നാൽ മതി. ഉള്ള ചാർജ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഹരി ഓം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നാളെ കാണാം. നാളെ ദേവി ഭുജംഗം കാണാം. 10:30 രാമായണം കാണാം.